ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. സോ നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ള ചാപ്റ്ററിന്റെ പേരാണ് എവറിത്തിങ് ഐ നീഡ് ടു നോ ഐ ലേർഡ് ഇൻ ദ ഫോറസ്റ്റ് എന്ന് പറയുന്ന ചാപ്റ്റർ. ആ ചാപ്റ്റർ എഴുതിയിട്ടുള്ളത് അതൊരു എസ്സേ ആണ്. അത് എഴുതിയിട്ടുള്ളത് വന്ദന ശിവ എന്ന് പറയുന്ന ഒരു ഇന്ത്യൻ ആക്ടിവിസ്റ്റ് ആണ് കേട്ടോ. സോ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ പറഞ്ഞുതരാം. നമ്മൾ റീഡിംഗ് ഫ്രം ദ ഫ്രിഞ്ചസ് എന്ന ബുക്കിന്റെ കുറെ ചാപ്റ്റേഴ്സ് കവർ ചെയ്തിട്ടുണ്ട്. അതിന്റെ എല്ലാ വീഡിയോ തന്നെ ഒരു പ്ലേലിസ്റ്റ് ആയിക്കൊണ്ട് അടിയിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. സോ ആ പ്ലേലിസ്റ്റ് തന്നെ ആയിരിക്കും ഇനിയുള്ള എല്ലാ ചാപ്റ്റേഴ്സും ഞാൻ കവർ ചെയ്യാൻ പോകുന്നത്. സോ ചാപ്റ്റേഴ്സ് ഒന്നും മിസ് ചെയ്തിരിക്കാൻ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കളുണ്ടെങ്കിൽ എല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സോ വിത്തൗട്ട് wasting time, let's pass degree. ഓക്കെ, അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എവറിത്തിങ് ഐ നീഡ് ടു നോ ഐ ലേൺഡ് ഇൻ ദ ഫോറസ്റ്റ് എന്ന് പറയുന്ന എസ്സേ എഴുതിയിട്ടുള്ളത് വന്ദന ശിവ എന്ന് പറയുന്ന ഒരു ഇന്ത്യൻ ആക്ടിവിസ്റ്റ് ആണ് കേട്ടോ. വന്ദന ശിവ ഒരു ആക്ടിവിസ്റ്റ് എന്നതിലുപരി ഒരു സ്കോളറും ഫിസിസിസ്റ്റും അതുപോലെ തന്നെ എക്കോളജിസ്റ്റും എഡിറ്ററും അതുപോലെ തന്നെ ഒരു റൈറ്ററുമായിരുന്നു കേട്ടോ. വന്ദന ശിവയുടെ അച്ഛൻ ഒരു ഫോറസ്റ്റ് കൺസർവേഷനിസ്റ്റ് ആയിരുന്നു. ആൻഡ് അവരുടെ കുടുംബം എല്ലാം ഹിമാലയസിന്റെ ഫുഡ് ഹിൽസിലായിരുന്നു താമസിച്ചിരുന്നത്. സോ വന്ദന ശിവയുടെ നമുക്ക് പഠിക്കാനുള്ള ഈ എസ്സേ എവറിത്തിങ് ഐ നീഡ് ടു നോ ഐ ലേൺഡ് ഇൻ ദ ഫോറസ്റ്റ് എന്ന് പറയുന്ന ഈ എസ്സേ ഒറിജിനലി വിന്റർ 2012 ഇഷ്യൂ ഓഫ് യെസ് മാഗസിനിലായിരുന്നു ആദ്യമായിട്ട് പബ്ലിഷ് ചെയ്തിരുന്നത് കേട്ടോ. സോ നമുക്ക് ഒട്ടും തന്നെ സമയം വേസ്റ്റ് ചെയ്ത് നേരെ നമ്മുടെ ടെക്സ്റ്റിലേക്ക് കടക്കാം. സോ നമ്മുടെ ഈ എസ്സേ ഉള്ളത് ഒരു 5-6 പാർട്ടായിട്ടാണ്. പക്ഷേ കുറച്ച് ലെങ്തി ആയിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യും. പക്ഷേ ഇന്നത്തെ ക്ലാസ്സിലൂടെ ഞാനത് നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് തന്നെ മനസ്സിലാക്കി തരുന്നതാണ് കേട്ടോ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഷോർട്ട് സമ്മറി ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ ടെക്സ്റ്റിലേക്ക് കടക്കാം. സോ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ എഴുത്തുകാരിയായ വന്ദന ശിവ ജനിച്ചു വളർന്നത് ഹിമാലയാസിലായിരുന്നു കേട്ടോ. ആൻഡ് നമുക്ക് അറിയുന്ന പോലെ തന്നെ 1970s നടന്ന ഒരു സംഭവമാണ് എന്ത്, ചിപ്കോ മൂവ്മെന്റ് അല്ലേ? നമ്മൾ ഹിസ്റ്ററിയിലെല്ലാം പഠിച്ചിട്ടുള്ള ചിപ്കോ മൂവ്മെന്റ് നടന്നത്. സോ ആ ഒരു ഇൻസിഡന്റോടെ ആയിരുന്നു നമ്മുടെ എഴുത്തുകാരിയായ വന്ദന ശിവ അവരുടെ എക്കോളജിക്കൽ മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്തത്. അവിടെ നിന്നാണ് അവർക്ക് പ്രകൃതിയെ സംരക്ഷിക്കാനും അതിനെ പ്രിസർവ് ചെയ്യാനൊക്കെ ഉള്ള സ്റ്റെപ്സ് അവർ തുടങ്ങിയത്. അതായത് നമ്മുടെ എഴുത്തുകാരിയായ വന്ദന ശിവ അവർ കാനഡയിലേക്ക് അവരുടെ PhD എടുക്കാൻ പോകുന്ന സമയത്ത് അതിനു തൊട്ട് മുമ്പ് അവരുടെ ഫേവറേറ്റ് ഫോറസ്റ്റിൽ ചെന്ന് ഒന്ന് കുളിച്ചേക്കാം എന്ന് വിചാരിച്ചായിരുന്നു അവൾ അവിടെ തൊട്ടടുത്തുള്ള ഫോറസ്റ്റിലേക്ക് പോയിരുന്നത്. സംഭവം നടക്കുന്നത് 1973 കേട്ടോ. പക്ഷേ അവർ അവിടെ ചെന്നപ്പോൾ കണ്ടത് ഫോറസ്റ്റ് എല്ലാം വെട്ടി നശിപ്പിച്ച രൂപത്തിലായിരുന്നു. അതുപോലെ തന്നെ അവൾ കുളിക്കാൻ ഉദ്ദേശിച്ചിരുന്ന അരുവി വെറും ഒരു ചാല് മാത്രമായി മാറിയിരുന്നു. അവിടെ വെച്ചാണ് അവൾ തീരുമാനിക്കുന്നത് ഇനി മുതൽ ചിപ്കോ മൂവ്മെന്റിന് അവളും ഒരു വോളണ്ടിയറായി മാറാമെന്ന്. സോ അങ്ങനെ നമ്മുടെ എഴുത്തുകാരിയായ വന്ദന ശിവയും ചിപ്കോ മൂവ്മെന്റിലെ ഒരു വോളണ്ടിയറായി മാറുകയാണ്. അവരുടെ വെക്കേഷനിലെല്ലാം അവർ ഫോറസ്റ്റിനെ പ്രിസർവ് ചെയ്യാൻ വേണ്ടിയും അതിനെ സംരക്ഷിക്കാൻ വേണ്ടിയും ചെലവഴിച്ചു. അതുപോലെ തന്നെ നമ്മുടെ ഫസ്റ്റ് പാർട്ടിലുള്ള വേറൊരു സംഭവമാണ് ഈ ചിപ്കോ മൂവ്മെന്റിൽ നടന്നിട്ടുള്ള ഒരു ഡ്രാമാറ്റിക് ആയിട്ടുള്ള ഒരു സംഭവം. അതിൽ പറയുന്നത് ഇതാണ്: 1977 അദ്വാനി എന്ന് പറയുന്ന ഒരു വില്ലേജിലെ ഒരാൾക്ക് അവിടുത്തെ മരങ്ങളെല്ലാം മുറിക്കാനുള്ള ഒരു കോൺട്രാക്ട് ലഭിക്കുകയാണ്. എന്നാൽ അദ്ദേഹം ആ കോൺട്രാക്റ്റിൽ പറഞ്ഞ പോലെ മരം മുറിക്കാൻ പോയപ്പോൾ അദ്ദേഹത്തിന്റെ സ്വന്തം ഭാര്യയായിരുന്ന ബച്നി ദേവി അവരെ തടയുകയാണ്. അങ്ങനെ സംഭവം ആകെ സീനായി. കുറെ ഒഫീഷ്യൽസ് വന്ന് ഈ വുമൺസിനെ എല്ലാം തടയാൻ നോക്കി. എന്നാൽ ബച്നി ദേവിയും അവരോടൊപ്പം ഉണ്ടായിരുന്ന വുമൺസും എല്ലാം പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് വേണ്ട മണ്ണും വെള്ളവും അതുപോലെ തന്നെ വായുവും എല്ലാം തരുന്നത് ഫോറസ്റ്റ് ആണ്. അതുകൊണ്ട് നിങ്ങൾക്ക് എത്രത്തോളം തന്നെ അതിൽ നിന്ന് പ്രോഫിറ്റ് എടുക്കാമെന്ന് പറഞ്ഞാലും ഈ ബേസിക് നീഡ്സ് നിങ്ങളെ കൊണ്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കില്ല. അതിന് നമ്മുടെ ഫോറസ്റ്റിനെ കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് അവർ പ്രൊട്ടസ്റ്റ് ചെയ്യുകയാണ്. ഇതൊരു നോൺ വയലന്റ് മൂവ്മെന്റ് ആയിരുന്നു. അതായത് അവർ അറ്റാക്ക് ചെയ്യാനൊന്നും പോയില്ല. പകരം അവർ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ നമുക്കെല്ലാം അറിയുന്ന പോലെ തന്നെ മുറിക്കാൻ ഉദ്ദേശിച്ചിരുന്ന മരങ്ങൾക്ക് ചുറ്റും അവരിങ്ങനെ കൈകോർത്ത് നിൽക്കുകയാണ് ഉണ്ടായത് കേട്ടോ. സോ അവിടെ നമ്മുടെ ഫസ്റ്റ് പാർട്ട് തീരുകയാണ്. നമുക്ക് സെക്കൻഡ് പാർട്ടിലേക്ക് കടക്കാം. ബിയോണ്ട് മോണോകൾച്ചേഴ്സ് എന്ന പാർട്ടിലേക്ക് കടക്കാം കേട്ടോ. അപ്പൊ സെക്കൻഡ് പാർട്ടിൽ നമ്മുടെ കഥാകാരിയായ വന്ദന ശിവ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ അഗ്രികൾച്ചറൽ റവല്യൂഷൻ തുടങ്ങുന്ന സമയത്ത് എന്താണ് സംഭവിച്ചിരുന്നത് എന്ന് വെച്ചാൽ, ഒരു വെറൈറ്റി ഓഫ് ചെടി മാത്രമായിരുന്നു കുറെ കൃഷി ചെയ്തിരുന്നത്. എന്നാൽ ഇത് പ്രകൃതിക്ക് ദോഷമാണെന്നും ഫോറസ്റ്റുകൾക്ക് അതുപോലെ തന്നെ എൻവയോൺമെന്റിന് വേണ്ടത് ബയോഡൈവേഴ്സിറ്റി ആണെന്നും നമ്മുടെ കഥാകാരിയായ വന്ദന ശിവ മനസ്സിലാക്കുകയാണ്. അതായത് മോണോകൾച്ചർ, ഒരു ചെടിയെ മാത്രം കൃഷി ചെയ്യുക, ഒരു വെറൈറ്റി ചെടിയെ മാത്രം കൃഷി ചെയ്യുക എന്നത് ഒരു ബാഡ് ഐഡിയ ആണെന്നും ബയോഡൈവേഴ്സിറ്റി, അതായത് കുറെ അധികം വെറൈറ്റി ചെടികളും പ്ലാന്റ്സുമാണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യേണ്ടതെന്നും പറഞ്ഞു തരികയാണ്. അങ്ങനെ ഈ ഒരു ആശയത്തിന്റെ ബലത്തോടെ അവർ തുടങ്ങിയതായിരുന്നു 1994 ഡൂൺ വാലിയിൽ വെച്ച് നവധന്യ ഫാം. ഈ ഫാമിൽ അവർ ഒരൊറ്റ ക്രോപ്പ് മാത്രം പ്രൊഡ്യൂസ് ചെയ്തതിന് പകരം അവർ പലയധികം വെറൈറ്റീസ് ആയിട്ടുള്ള ക്രോപ്സ് എല്ലാം പ്രൊഡ്യൂസ് ചെയ്തു. അങ്ങനെ ബയോഡൈവേഴ്സിറ്റിയുടെ ഇമ്പോർട്ടൻസ് അവർ യാഥാർത്ഥ്യമാക്കുകയായിരുന്നു. സോ നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ള പാർട്ടിലേക്ക് കടക്കാം. റൈറ്റ്സ് ഓഫ് നേച്ചർ ഓൺ ദ ഗ്ലോബൽ സ്റ്റേജ് എന്നുള്ളത്. സോ ഈ ഒരു പാർട്ടിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, യുണൈറ്റഡ് നേഷൻസ് ജനറൽ അസംബ്ലി നടത്തിയിട്ടുള്ള ഒരു സമ്മേളനവും അതുപോലെ തന്നെ എങ്ങനെയാണ് നമ്മുടെ എർത്ത് ഡേ ആഘോഷിക്കുന്നത് തുടങ്ങിയതുമൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു സമ്മേളനത്തിൽ യുണൈറ്റഡ് നേഷൻസ് ജനറൽ അസംബ്ലി നടത്തിയ സമ്മേളനത്തിൽ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഹാർമണി വിത്ത് നേച്ചർ ആണ് നമുക്ക് വേണ്ടത്.
അതായത് നമ്മൾ ഇനി എത്രത്തോളം പ്രകൃതിയുമായി റീകണക്ട് ചെയ്തിരിക്കണം എന്നൊക്കെ പറയുന്ന ഒരു റിപ്പോർട്ടായിരുന്നു പ്രസിദ്ധീകരിച്ചത്. അതായത് വളരെ സിമ്പിൾ ആയിക്കൊണ്ട് തന്നെ പറയുകയാണെങ്കിൽ നേച്ചറിനെയും ഹ്യൂമൻസിനെയും, അതായത് മനുഷ്യരെയും ആനിമൽസിനെയും നേച്ചറിനെയും എല്ലാം തന്നെ നമ്മൾ സെപ്പറേറ്റ് ചെയ്യാൻ പാടില്ല. പ്രകൃതി ഒരു വേറെ സംഭവമാണെന്നും മനുഷ്യർ വേറൊരു സംഭവമാണെന്നും എന്ന് നമ്മൾ കണക്കാക്കാനേ പാടില്ല. ഇത് രണ്ടും ഒന്നാണെന്ന് നമ്മൾ തിരിച്ചറിയണം എന്നാണ് UN ജനറൽ അസംബ്ലിയിലൂടെ പുറത്തു വന്നത്. മനുഷ്യർ എപ്പോഴും നേച്ചറുമായിട്ടുള്ള ഹാർമണിയിലായിരിക്കണം സംവദിക്കേണ്ടത് എന്നും കൂട്ടിച്ചേർത്തു. സോ നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ള പാർട്ടാണ് ദ ഡെഡ് എർത്ത് വേൾഡ് വ്യൂ എന്ന് പറയുന്ന എസ്സേയിലെ ഒരു പോർഷൻ. സോ ഈ ഒരു പോർഷനിൽ നമ്മുടെ എഴുത്തുകാരിയായ വന്ദന ശിവ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ആദ്യകാലങ്ങളിലൊക്കെ മനുഷ്യർ ഭൂമിയെ അവരുടെ അമ്മയായൊക്കെ കണക്കാക്കിയിട്ടുണ്ടെങ്കിലും, അതായത് മദർ എർത്ത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും, പിന്നീട് മനുഷ്യർ അതിനെ ടെറ നള്ളീസ് ആക്കി മാറ്റുകയായിരുന്നു. അതായത് ഒരു എംപ്റ്റി ലാൻഡ് ആക്കി മാറ്റുകയായിരുന്നു. അതായത് അന്നൊക്കെ ഭൂമിയിലെ വിശിഷ്ട വസ്തുക്കളെല്ലാം വളരെ പ്യൂർ ആയിട്ട് കണ്ടിരുന്ന മനുഷ്യർ പിന്നീട് അതെല്ലാം വെറും ഒരു റോ മെറ്റീരിയൽ ആക്കി മാറ്റുകയായിരുന്നു. അതായത് ഒരു അസംസ്കൃത വസ്തുക്കളാണ് ഭൂമിയിലെ സംഭവങ്ങളെല്ലാം എന്ന് മനുഷ്യർ കണക്കാക്കുകയായിരുന്നു എന്നാണ് വന്ദന ശിവ പറയുന്നത്. സോ അത്രേ ഉള്ളൂ. ആദ്യമൊക്കെ നമ്മൾ വളരെ പ്യുവർ ആയിട്ട് ഹോളിയാക്കി നിർത്തിയിരുന്ന നമ്മുടെ ഭൂമിയെ, അമ്മയായി കണ്ടിരുന്ന നമ്മുടെ ഭൂമിയെ, പിന്നീട് മനുഷ്യർ നമ്മുടെ ഭൂമിയുടെ ഉള്ളിലേക്ക് കുഴിച്ച് അതിനുള്ളിലുള്ള സ്വർണ്ണമെല്ലാം പുറത്തെടുക്കുകയായിരുന്നു പറയുകയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് പാർട്ടിലേക്ക് കടക്കാം. വാട്ട് നേച്ചർ ടീച്ചേഴ്സ് എന്നുള്ള പാട്ടിലേക്ക്. സോ ഈ ഒരു പാട്ടിലൂടെ നമ്മുടെ കഥാകാരിയായ വന്ദന ശിവ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ലോകത്തിലെ ബെസ്റ്റ് ടീച്ചർ എന്ന് പറയുന്നത് നേച്ചർ തന്നെയാണെന്നാണ്. അതുകൊണ്ടൊക്കെ തന്നെയായിരുന്നു അവർ അവരുടെ നവധന്യ ഫാമില് എർത്ത് യൂണിവേഴ്സിറ്റി തുടങ്ങിയതും എന്ന് പറയുന്നു. സോ ഈ ഒരു യൂണിവേഴ്സിറ്റിയിലൂടെ, എർത്ത് യൂണിവേഴ്സിറ്റിയിലെ അവർ പറഞ്ഞിരുന്നത് എന്തായിരുന്നു എന്ന് വെച്ചാൽ, ഫ്രീഡം ഫോർ ഓൾ സ്പീഷീസ് ടു ഇവോൾവ്, അതുപോലെ തന്നെ ഫ്രീഡം ആൻഡ് റെസ്പോൺസിബിലിറ്റി ഓഫ് ഹ്യൂമൻസ് ആസ് മെമ്പേഴ്സ് ഓഫ് ദ എർത്ത് ഫാമിലി ടു റെക്കഗ്നൈസ്, പ്രൊട്ടക്ട് ആൻഡ് റെസ്പെക്ട് ദ റൈറ്റ്സ് ഓഫ് അതർ സ്പീഷീസ്. ഓക്കെ, അപ്പൊ നമുക്ക് ദ പോയിട്രി ഓഫ് ദ ഫോറസ്റ്റ് എന്ന് പറയുന്ന നമ്മുടെ എസ്സേയുടെ ലാസ്റ്റ് പാർട്ടിലേക്ക് കടക്കാം കേട്ടോ. ദ എർത്ത് യൂണിവേഴ്സിറ്റി ഇസ് ഇൻസ്പയർഡ് ബൈ രവീന്ദ്രനാഥ് ടാഗോർ. അപ്പോൾ നമ്മുടെ എഴുത്തുകാരിയായ വന്ദന ശിവ പറയുകയാണ്, അവർക്ക് ഈ എർത്ത് യൂണിവേഴ്സിറ്റി തുടങ്ങാനുള്ള ഒരു ഇൻസ്പിറേഷൻ ആയത് രവീന്ദ്രനാഥ് ടാഗോർ ആയിരുന്നു എന്നാണ്. കാരണം നമുക്കെല്ലാം അറിയുന്ന പോലെ തന്നെ രവീന്ദ്രനാഥ് ടാഗോറും ഒരു ഫോറസ്റ്റ് കൺസർവേഷനിസ്റ്റ് ആയിരുന്നു. അദ്ദേഹം പറഞ്ഞിരുന്നത്, അദ്ദേഹത്തിന്റെ വിഷൻ എന്തായിരുന്നു വെച്ചാൽ, പ്രകൃതിയുമായിട്ടുള്ള യൂണിറ്റി ആയിരിക്കും ഹ്യൂമൻസിന്റെ പരിണാമത്തിന്റെ പീക്ക് എന്ന് പറയുന്നത് എന്നാണ്. അതുപോലെ തന്നെ ടാഗോർ തന്റെ എസ്സേയിലൂടെ പറയുന്നു, ടാപ്പോവാൻ എന്ന എസ്സേയിലൂടെ പറയുന്നു. ടാപ്പോവാന്റെ മീനിങ് എന്ന് പറയുന്നത് ഫോറസ്റ്റ് ഓഫ് പ്യൂരിറ്റി ആണ് കേട്ടോ. സോ ആ ഒരു എസ്സേയിലൂടെ അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഫോറസ്റ്റിന്റെ അടുത്ത് എല്ലാ കാര്യങ്ങൾക്കുമുള്ള സൊല്യൂഷൻ ഉണ്ടെന്നാണ്. നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പ്രോബ്ലംസിനുമുള്ള സൊല്യൂഷൻസ് ഫോറസ്റ്റിന്റെ കൈക്കലുണ്ടെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഫോറസ്റ്റ് നശിപ്പിക്കാൻ തുടങ്ങിയതോടെയാണ് ഇവിടെ കൂടുതൽ പ്രശ്നങ്ങൾ വളരാൻ തുടങ്ങിയതെന്ന് ടാഗോർ തന്റെ എസ്സേയിലൂടെ പറയുന്നു. സോ അങ്ങനെ നമ്മുടെ എസ്സേയുടെ ലാസ്റ്റ് പാർട്ടിലേക്ക് നമ്മൾ കടക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, അതായത് ഫോറസ്റ്റ് നമ്മളെ പഠിപ്പിക്കുന്നത് യൂണിയനും കമ്പാഷനുമാണ്. ടാഗോർ എഴുതിയ പോലെ തന്നെ ഫോറസ്റ്റ് ജസ്റ്റ് ഒരു സോഴ്സ് ഓഫ് നോളജ് ഓഫ് ഫ്രീഡമോ ഒന്നുമല്ല, പകരം അതൊരു ബ്യൂട്ടിയാണ് ഫോറസ്റ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പ്രകൃതി എന്ന് പറയുന്നത് ഒരു ജോയ് ആണ്, ഒരു ഹാപ്പിനെസ് ആണെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സോ ദാറ്റ്സ് ഇറ്റ് ഫ്രണ്ട്സ്. സോ ഈ ഒരു കാര്യമായിരുന്നു വന്ദന ശിവ എന്ന നമ്മുടെ ഇന്ത്യൻ ആക്ടിവിസ്റ്റിന് നമ്മളോട് ഈ ഒരു എസ്സേയിലൂടെ പറയാനുണ്ടായിരുന്നത്. അതായത് ഫോറസ്റ്റ് ആണ് ഏറ്റവും ബെസ്റ്റ് ടീച്ചർ എന്നും, സോ അതുകൊണ്ട് തന്നെ അതിനെ പ്രിസർവ് ചെയ്ത് അതിനെ ഡീഫോറസ്റ്റ് ചെയ്യാതെ കൊണ്ട് നടക്കണമെന്നാണ് വന്ദന ശിവ നമ്മളോട് പറയുന്നത്. അപ്പോഴേ നമുക്ക് ഈ പ്രശ്നങ്ങളെല്ലാം മാറുകയുള്ളൂ. അല്ലെങ്കിൽ ഇനിയും നമ്മൾ ഫോറസ്റ്റിനെ ഇങ്ങനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് തുടരുകയാണെങ്കിൽ ഇനിയും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്യുകയുള്ളൂ എന്ന് നമുക്ക് കാണിച്ചിരുന്നു കേട്ടോ. സോ ദാറ്റ്സ് ഇറ്റ്. നിങ്ങൾക്ക് നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ആൻഡ് നിങ്ങൾ ഇന്നത്തെ വീഡിയോന്റെ ഇവിടെ വരെ കണ്ടിട്ടുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഒരു ഗ്രീൻ ഹാർട്ട് കമന്റ് ചെയ്യുക. സോ ആസ് ഓൾവേസ് നമുക്ക് നെക്സ്റ്റ് വീഡിയോ നെക്സ്റ്റ് ക്ലാസ് സമയം കാണാം. ലെറ്റ്സ് പാസ് ഡിഗ്രി.